ഈ സെഷനിൽ ഡ്രമാറ്റിക് യൂണിവേഴ്സ് ഓഫ് ഓംജേരി എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പേപ്പറുകളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പേപ്പറുകൾ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ: ഒന്ന്, ബാബു പണിക്കർ, സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഓംജേരി. വേദിയിലിരിക്കുന്ന ആദരണീയരായ ശ്രീ സാബു കോട്ടയ്ക്കൽ, ആദരണീയനായ ശ്രീ മാധവൻകുട്ടിജി, ആദരണീയനായ ശ്രീ രവീന്ദ്രൻ മണ്ണോടി, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ ആദരണീയനായ സതീഷ് നമ്പൂതിരിപ്പാടുണ്ട്, ആദരണീയനായ അനീജിയുണ്ട്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഫിലിപ്പ് സാറുണ്ട്, റോബിജിയുണ്ട്, ശിവകുമാർജിയുണ്ട്, രാമനുണ്ണി സാറുണ്ട്, ഓംജേരി സാറിന്റെ മക്കളായ ദീപ്തിജിയും ശ്രീദീപ്ജിയും ഉണ്ട്. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. കഥകളി സെന്ററിന്റെ സെക്രട്ടറി ജനറൽ ഡെലോനിജി ഉണ്ട്. എല്ലാവരും ഇങ്ങനൊരു സദസ്സില് ഓംജേരി മാഷിനെ കുറിച്ച് അറിയാവുന്നവരുടെ മുമ്പില്, അതും ഡൽഹിയിലുള്ള ഈ മഹത് വ്യക്തികളുടെ മുമ്പില് ഓംജേരി സാർ നടത്തിയ സാമൂഹ്യ കോൺട്രിബ്യൂഷൻ, സോഷ്യൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെയാണ് നിർത്തേണ്ടതെന്നുള്ള വലിയൊരു ചിന്തയുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം ഓംജേരി മാഷ് എന്താണ് കഴിഞ്ഞ 74 വർഷം ഡൽഹിക്ക് വേണ്ടി. കാരണം അദ്ദേഹം 26-ാം വയസ്സിൽ ഡൽഹിയിൽ വന്നതാണ്. നവംബർ 22-ന് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വിട പറയുമ്പോൾ, കഴിഞ്ഞ നവംബർ 22-ന് ഡൽഹിയിൽ നിന്ന് വിട പറയുമ്പോൾ, ആ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ഡൽഹിയിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാണ്. എന്നോട് ചോദിച്ചിരുന്നു, ഇത് ആദ്യം ഏതാണ് അങ്ങേക്ക് താല്പര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിന്റെ നാടകത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ സാഹിത്യത്തെക്കുറിച്ചോ പറയാനുള്ള അർഹതയൊന്നുമില്ല, അത് വിശകലനം ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ഇവിടെ പറയാതെ വിട്ടുപോയൊരു നാടകമുണ്ട്, അത് തുലാഭാരം എന്ന് പറഞ്ഞ നാടകമാണ്. സാമൂഹ്യ കോൺട്രിബ്യൂഷനെ പറ്റി, സോഷ്യൽ കോൺട്രിബ്യൂഷനെ പറയുമ്പം തുലാഭാരത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് ഒരു ധനാഢ്യനായ മനുഷ്യൻ തുലാഭാരം നടത്തുമ്പം, അമ്പലത്തിൽ തുലാഭാരം നടത്തുകയാണ്, എത്ര പണം കൊണ്ടുവന്ന് വെച്ചിട്ടും എത്ര സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടും തട്ട് താഴുന്നില്ല. അവസാനം വെളിച്ചപ്പാട് തുള്ളിയിട്ട് വെളിച്ചപ്പാട് പറഞ്ഞു, അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഈ അമ്പലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പണം സംഭാവന ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങയുടെ വിയർപ്പിന്റെ വിലയുള്ള ഒരു തുട്ടിട്ട് കഴിഞ്ഞാൽ ഈ തട്ട് താഴുവന്നു. അന്നേരം സ്വയം വിയർപ്പിലൂടെ സമ്പാദിക്കുന്ന പൈസ മാത്രം സമൂഹത്തിൽ ദാനം ചെയ്യുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ വളരെ തെറ്റായ രീതിയിലുള്ള പണം സമ്പാദിച്ച് അത് സമൂഹത്തിനോ അമ്പലത്തിനോ ആർക്ക് കൊടുത്താലും അതിനൊരു പ്രയോജനം കിട്ടത്തില്ല എന്നുള്ള സമൂഹത്തിൽ വ്യക്തമായ സന്ദേശം അദ്ദേഹം ആ തുലാഭാരത്തിൽ കൂടെ നൽകിയായിരുന്നു. ഇവിടെ സാബുജി പറഞ്ഞ കണക്ക് ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തിന്റെ ഉലകുട പെരുമാളിലാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകം ഇതൊരു ലോകത്തോട്ട് വരുന്ന, ഈ ലോകം തന്നെ ഒരു നാടകമാണ്, നാടകത്തെ സ്റ്റേജാണ്. ഇവിടെ വരുന്നവരെല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. ചിലര് തന്റെ ജീവിതത്തിൽ തന്റെ റോള് മുഴുവനും അഭിനയിച്ച് കടന്നു പോകുന്നു, ചിലർ പകുതി വഴി വെച്ച് കടന്നു പോകുന്നു. പക്ഷെ കടന്നു പോകാതെ തിരിച്ചു പോകാത്തവരാരും ബാക്കിയില്ല ഇവിടെ, എല്ലാവർക്കും തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആ ദൈർഘ്യം എന്തുവാണ്, ഏത് ദൈർഘ്യം വരെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവിത ദൈർഘ്യം കൊണ്ട് നമുക്ക് എന്തെല്ലാം സംഭാവനകൾ ചെയ്യാൻ സാധിക്കും. 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന എത്രയോ മഹത് വ്യക്തികളുണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ, അക്കിത്തത്തിന്റെ പേര് നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്തു. അക്കിത്തം 101 വയസ്സ് വരെ ജീവിച്ചിരുന്നതാണ്. സാമൂഹ്യ സാഹിത്യ രചനയ്ക്ക് എന്തുമാത്രം സംഭാവന നൽകി. അത് കണക്ക് ആയുർവേദ രംഗത്ത് PK വാര്യർ സാർ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. കിഷോഷൻ തിരുമേനി 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അങ്ങനെയുള്ള മഹത് വ്യക്തികൾ ആ ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവനും, പക്ഷെ ഒരുപാട് പേര് വയസ്സുകൾ ഒരുപാട് ജീവിച്ചിരുന്നിട്ടും സമൂഹത്തിൽ അറിയപ്പെടാതെ കടന്നു പോയിട്ടുണ്ട്. എന്താണ് ഞാൻ സംഭാവന ചെയ്തതെന്നോ ഞാൻ എന്ത് വ്യക്തിയാണെന്നോ ജീവിച്ചിരിക്കാതെ കടന്നുപോയ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഓംജേരി മാഷിനെ സംബന്ധിച്ചിടത്തോളം ഓംജേരി മാഷിന്റെ സംഭാവന ഡൽഹി മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കേരളപ്രഭ ആദ്യമായിട്ട് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ സെലക്ട് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 72 ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആകസ്മികത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2022 കിട്ടിയത്. അന്നേരം ഇതൊക്കെ നോക്കുമ്പം അദ്ദേഹത്തിന് കിട്ടിയ സംഭാവനകളൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും അംഗീകാരങ്ങൾ ഇനി ഒരുപാട് കിട്ടേണ്ടതായിരുന്നു. അതൊന്നും കിട്ടാതെയാണ് പോയിരിക്കുന്നത്. കാരണം നാടകം എന്ന് പറയുന്നത് നാടിനെ അറിയുന്ന, നാടിന്റെ ഉള്ളറിയാനുള്ള നാടിന്റെ അക്കമാണ്. നാടകത്തിലൂടെയാണ് കേരളത്തിലെ ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചത്.
KPIC കണക്കുള്ള നാടക സംഘടനകൾ കേരളത്തിൽ എന്തുമാത്രം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നേരം സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ നാടകത്തിലൂടെ, അദ്ദേഹം കവിത എഴുതി തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. കവിത എഴുതി തുടങ്ങി നാടകത്തിലോട്ട് മാറാൻ കാരണം നാടകമാണ് കവിതയെക്കാട്ടിലും കൂടുതൽ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മാറ്റം വരുത്താൻ സാധിക്കുക എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. അതേ എത്രയോ നാടകങ്ങൾ, ഓരോ നാടകങ്ങളും അദ്ദേഹം പറഞ്ഞ കണക്ക് ഓരോ നാടകങ്ങളും അദ്ദേഹത്തിന്റെ നോട്ടീസ് വേണമെന്നുള്ള നാടകം തൊട്ട് ഈ നിരവധി നാടകങ്ങൾ അദ്ദേഹം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയും സമൂഹത്തിലുള്ള അനീതിക്ക് വേണ്ടിയിട്ടും എതിരെ പടവാളായിട്ട് ഉപയോഗിച്ചു ആണ്. കാരണം മലയാളികൾ എപ്പോഴും ആയുധമായിട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് തന്റെ പേനയാണ്. തന്റെ എഴുത്തിലൂടെയാണ് മലയാളി തന്റെ പ്രതിഷേധം അറിയിക്കുന്നത്. ഏത് രീതിയിലാണ് നമ്മളത് പ്രത്യേകിച്ചും പറയാണ്. നമ്മൾ കേരളത്തിലൊക്കെ പുസ്തകം പൂജയ്ക്ക് വെക്കുന്ന സമയത്ത് ഇവിടെ ആയുധങ്ങൾ പൂജയ്ക്ക് വെക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ. നമ്മൾ പുസ്തകങ്ങളെ ആയുധമാക്കി കാണുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. അന്നേരം മലയാളി ഏത് രീതിയിലാണോ ആ രീതിയിൽ ഏത് വസ്തുക്കളെയാണ്, ഏത് സമൂഹത്തിൽ നടക്കുന്ന ഏത് വിഷമഘട്ടങ്ങളെയാണോ അല്ലെ സമൂഹത്തിൽ നടക്കുന്ന ഏത് അനീതിയാണോ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്റെ സ്വയം എഴുത്തിലൂടെയാണ് അവരൊക്കെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ തന്നെ കേരളത്തിൽ നടക്കുന്ന ഇന്നത്തെ സിറ്റുവേഷനിൽ ആൾക്കാർ ചിന്തിക്കുന്ന എന്തുകൊണ്ട് നവോത്ഥാന നായകന്മാരോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ ഇന്ന് നടക്കുന്ന നിലപാട്, ഇന്ന് നടക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് പ്രതിഷേധ സൂചകമായിട്ട് എന്തെങ്കിലും എഴുതാത്തത് എന്താണെന്നുള്ളൊരു ചിന്ത ഇപ്പൊ കേരളത്തിനുണ്ട്. ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളിലും ആ എഴുത്തുകാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് പോലും സംശയമുള്ള ഒരു കാലഘട്ടമാണ്. കാരണം തന്റെ എഴുത്തിലൂടെ അല്ലെ താൻ സംഭാവന ചെയ്യുന്ന സാഹിത്യ സൃഷ്ടികളിലൂടെ സമൂഹത്തെ ദുഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹിത്യ സൃഷ്ടികൾ സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ള ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സമൂഹത്തിലുള്ള യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള സമൂഹത്തിലുള്ള അനീതിയെ എടുത്തു കാണിച്ച് അതിനെ പ്രതിരോധിക്കാൻ, അതിനുവേണ്ടി ശക്തമായിട്ട് പോരാടാനും യുവജനതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സംഭാവനകളാണ് നിലനിൽക്കാൻ പറ്റുന്നത്. സമൂഹത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങൾ, ഇനി അടുത്ത ഒരു ജനറേഷൻസ്, അടുത്ത വരുന്ന ആൾക്കാർ അതിനെ ഓർമ്മ വെക്കണമെങ്കിൽ അങ്ങനെയുള്ള സംഭാവനകൾ കൂടെ മാത്രമേ ഓർമ്മ വെക്കാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ കുറിച്ച് ഇവിടെ ഇനി ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള സോഷ്യൽ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ്. സാമൂഹ്യമായിട്ട് ഇന്ന് ഡൽഹിയിലുള്ള സംഘടനകൾ നമ്മൾ എടുത്തു നോക്കിക്കോളൂ. ആദ്യമേ തന്നെ നമുക്ക് നോക്കാം കേരള ക്ലബ്ബ്. കേരള ക്ലബ്ബ് അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട് ബുക്കിൽ. ഞാൻ അവിചാരിതമായിട്ട് കേരള ക്ലബ്ബിൽ വന്നതാണ്. കേരള ക്ലബിന്റെ ഒരു സ്നിഗ്ധഘട്ടത്തിൽ, കേരള ക്ലബ്ബ് കൈ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം വരികയും അന്ന് 15,000 രൂപ എന്ന് പറയുന്ന ഒരു വലിയ തുകയായിരുന്നു. അത് സമാഹരിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം സന്നദ്ധത പ്രഖ്യാപിച്ചു. കേരള ക്ലബ്ബ് സറണ്ടർ ചെയ്യാനായിട്ട് ഭരണസമിതി തീരുമാനിക്കുകയും ഇന്ന് നമ്മൾ ആ കാണപ്പെട്ട സ്ഥലം എത്രയോ കോടി രൂപ വിലയുള്ള ഒരു സ്ഥലമാണ്. അത് അന്യാധീനപ്പെട്ടു പോകാതെ അത് കേസ് നടത്തി തിരിച്ചെടുക്കാനും ആ സ്ഥലം വീണ്ടെടുക്കാനുമായിട്ട് അദ്ദേഹം ശ്രമിച്ച, ഇന്ന് അദ്ദേഹം ആ സമയത്ത് ഇടപെട്ടില്ലായിരുന്നു ഞാൻ കേരള ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് നമുക്ക് മലയാളികൾക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അന്ന് 15,000 രൂപ എന്ന് പറഞ്ഞ വലിയ തുകയാണെങ്കിലും അത് 15 പേരെ കൊണ്ട് എടുക്കാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുവേണ്ടി വലിയ മഹാരഥന്മാരായിരുന്നു എന്റെ സാരഥികളായിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും സാധിക്കാത്ത കാര്യം അന്ന് ഓംചേരി മാഷ് ചെയ്ത് കാണിച്ചത് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുത്തുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് കേരള സ്കൂളിന്റെ. എനിക്ക് മറ്റുള്ള എല്ലാ സംഘടനയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഓംചേരി മാഷിന്റെ സംഭാവന കേരള സ്കൂൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഏകദേശം 6,000 കുട്ടികൾ ഇന്ന് 4 സ്കൂളുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. ഈ 4 സ്കൂളുകളിൽ 6,000 കുട്ടികൾ പഠിക്കാനുള്ള ഒരു ശ്രമം അത് മാഷിന്റെ ഭാഗത്തു നിന്നുള്ള തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാഷിന്റെ പുസ്തകത്തിൽ തന്നെ അവരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന, ഞാൻ KRK മേനോൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും KPS കുട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും KNS നായർ അമ്മിണിച്ചേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. അന്ന് ഓംചേരി മാഷോ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഈ കേരള സ്കൂൾ കാനിങ് റോഡിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സൗധം പണിയാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമഫലമായിട്ട് ഒത്തിരി ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനകത്ത് പണിയാൻ സാധിക്കുകയും അങ്ങനെ ഒരു സ്കൂൾ അവിടെ വന്ന് അത് കഴിഞ്ഞിട്ടുള്ള അനുബന്ധമായിട്ട് അന്ന് ഒത്തിരി പേരുടെ സഹായം കൊണ്ടാണ് ആ സ്കൂള് പണിതുയർത്താൻ സാധിച്ചത്. ഇന്ന് നമുക്ക് അഭിമാനമായിട്ട് 2.5 ഏക്കർ സ്ഥലം ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് ഒരു എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് ഉണ്ട്. അത് കണക്ക് തന്നെ 2.5 ഏക്കർ എന്ന് പറയുന്നത് മാത്രമല്ല, 2.5 ഏക്കർ കണക്ക് 4 സ്ഥലത്ത് 10 ഏക്കർ സ്ഥലം ഡൽഹിയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അഭിമാനമാണ് മലയാളികൾക്ക്. നമുക്കല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനമില്ല, കേരള സ്കൂൾ എന്ന പ്രസ്ഥാനമില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് അല്ലെ നമ്മൾ വിദ്യാഭ്യാസ ചെലവില്ലാതെ അതിന്റെ ഗ്രാൻഡിന് എയ്ഡ് കിട്ടാനായിട്ട് അദ്ദേഹം എന്തുമാത്രം പരിശ്രമിച്ചു. അന്ന് കാലത്ത് നേഗി എന്ന് പറയുന്ന സെക്രട്ടറിയെ പോയി കാണുകയും അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് അന്ന് ഈ ഗ്രാൻഡ് ലഭിക്കുകയും ചെയ്ത് RK പുരം സ്കൂളിന്. ആദ്യം കാനിങ് റോഡ് സ്കൂൾ ഉണ്ടായിരുന്നു. RK പുരം സ്കൂളിന്റെ ചരിത്രം അദ്ദേഹം എഴുതുമ്പോൾ നമുക്ക് വളരെ ഇതായിട്ട് വായിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് രീതിയിലാണ് RK പുരം സ്കൂൾ ഒരു ഷെഡിൽ ഉണ്ടായിരുന്ന സ്കൂള് ഇന്ന് ഈ നിലയിലെത്താനായിട്ട് MKG പിള്ള സാറിനെയും KP മേനോൻ സാറിനെയൊക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു ശ്രമഫലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച സ്കൂൾ പണിതെടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ വികാസ് പുരി സ്കൂൾ സ്വതവേ വന്നതെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു
സ്കൂൾ ആരംഭിക്കുകയും പിന്നെ സൊസൈറ്റിയോട് അഫിലിയേറ്റ് ചെയ്യുക ചെയ്ത്. അതേപോലെ 4ാമത്തെ സ്കൂൾ വരുന്ന മയൂരുകാലിലാണ്. അന്ന് മാധവൻ നായർ സാറാണ് 4ാമത്തെ സ്കൂളിന്. നമുക്ക് ഇന്ന് സ്വപ്നം പോലും കാണാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം മേടിക്കുക, 3 ഏക്കർ സ്ഥലം 5 ലക്ഷം രൂപയ്ക്ക് മയൂരുകാർ ഫേസ് 3 ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് 500 കോടി കൊടുത്താൽ കിട്ടാത്ത സ്ഥലമാണ്. അന്നേരം ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാൻ മലയാളികളെ അന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാനായിട്ട് ഈ 4 സ്കൂളുകൾ ഉണ്ടാകാൻ കാരണം ഓംചേരി മാഷ് അതിന്റെ മുന്നിൽ വളരെ സൊസൈറ്റിയിൽ പ്രസിഡന്റായിട്ട്, കാരണം 4 സ്കൂളും ഭരിക്കുന്നത് അപ്പെക്സ് ബോഡിയുടെ സൊസൈറ്റിയാണ്. അതിന് പരിശ്രമ ഫലമായിട്ടുള്ള ഒരു വലിയൊരു സമൂഹത്തെ കൂട്ടുനിർത്തി നമുക്ക് നമ്മളെല്ലാവരും കടന്നുപോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നിലനിൽക്കും. ഈ പ്രസ്ഥാനങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ, അത് സ്കൂളെ അത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. അതെല്ലാം പണിതുയർത്താനായിട്ട് സാധിക്കുകയും ഇനി വരുന്ന നമുക്കിപ്പം മലയാളി, എന്റെ ഡ്രൈവർ പോലും എന്നോട് ചോദിച്ചു, അവൻ ബീഹാരി, അവൻ എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ മലയാളികൾ എന്ന് പറയുമ്പോൾ പ്രളയം വന്നാലും എന്ത് വന്നാലും എല്ലാവരും ഒന്നിച്ച് കൂടും, എല്ലാവരും ഒന്നിച്ച് ചേരും, സഹായിക്കാൻ എല്ലാവരും വളരെ കൂട്ടായിട്ട് പരിശ്രമിക്കും. ഞങ്ങളുടെ ബീഹാറിലൊക്കെ പ്രളയം ഉണ്ടാകുന്ന ഒരാൾ പോലും തിരിഞ്ഞു നോക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മലയാളികൾ സമൂഹത്തിന് കൊടുത്ത സംഭാവന അനുസ്മരിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം നമ്മളെ സഹായിക്കുന്നത്. സമൂഹത്തിൽ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മലയാളി എന്നൊരു സാമൂഹിക ജീവിയാണ്. അവൻ എവിടെ ചെന്നാലും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത അവൻ എപ്പോഴും ഉണ്ട്. ആ രീതി കൊണ്ടാണ് മലയാളി അംഗീകരിക്കപ്പെടുന്നതും മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം മറ്റുള്ള ദേശക്കാരും ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം മലയാള മിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓംചേരി മാഷിന്റെ സംഭാവന. കാരണം മലയാള മിഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയ പോലും ഡൽഹിയിൽ നിന്നാണ് ഉണ്ടായത്. ഇത് 1992 2009 ഒക്ടോബർ 22 ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വളരെ മുമ്പേ ഡൽഹിയിൽ മലയാള മിഷൻ ഉണ്ടായിരുന്നു, മലയാളം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ. അത് കണ്ടിട്ടാണ് മലയാള മിഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയ തന്നെ കേരള ഗവൺമെന്റിന് തോന്നുകയും അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ അത് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന മലയാള മിഷൻ തുടക്കം ഡൽഹിയിൽ നിന്നാണ്. അതിന് തുടക്കക്കാരനാകാൻ ഓംചേരി മാഷിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, ഭാഷയെ സംബന്ധിച്ചിടത്തോളം. അത് ഇത്ര രീതി വളരാനും മലയാളം എല്ലാവർക്കും പഠിക്കാനും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് മലയാളം പഠിക്കാനുള്ള സൗകര്യം മലയാള മിഷൻ ഏർപ്പെടുത്തി കൊടുത്തത് തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു ഐഡിയയാണ്. ആ ഐഡിയ വലിയ വിപുലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഏർപ്പെടുത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ സ്രോതസ് ഓംചേരി മാഷിന്റെ വലിയൊരു സഹായവും വലിയൊരു തുടക്കവുമാണത്. അതോടൊപ്പം തന്നെ കഥകളി സെന്ററിനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. കഥകളി സെന്റർ ICK എന്ന് പറഞ്ഞ സെന്റർ ഉണ്ടാകുന്നതിന് അതിനകത്ത് 16ാമത്തെ അംഗമായിരുന്നു അദ്ദേഹം എന്നാണ് രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്ക്, അതിന്റെ മെമ്പർഷിപ്പ് സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ. അതന്ന് സംഘടന രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഥകളി സെന്റർ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തി. അത് കഴിഞ്ഞ് കുത്തബ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ അതിന്റെ ബിൽഡിംഗ് വന്നു. ആ കഥകളി സെന്ററിൽ അദ്ദേഹം MKK നായർ ചെയ്ത സേവനങ്ങളെ കുറിച്ച് വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. അന്ന് നിരന്തരമായിട്ട് കഥകളി നടത്തുകയും കഥകളി പരിപോഷിക്കുകയും ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയി കഥകളി നടത്തിയിരിക്കുന്നത് കഥകളി സെന്ററാണ്, ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയാണ്. അതിന് പ്രാരംഭമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഇന്നും അദ്ദേഹം മരിക്കുന്നിടം വരെ അദ്ദേഹം കഥകളി സെന്ററിന്റെ അഡ്വൈസറി ബോർഡ് അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ കഥകളി സെന്ററിൽ ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കുമായിരുന്നു, ഒരു അവാർഡ് കൊടുക്കുന്നവരുണ്ട്. അതിന് സെലക്ട് ചെയ്യാനായിട്ട് ഓംചേരി മാഷാണ് ആ കമ്മിറ്റിയിലും ചെയർമാനായിട്ടിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വലിയ മഹത്തായ സംഭാവനകൾ കഥകളി സെന്റർ എന്ന് പറഞ്ഞ ഒരു സെന്റർ തന്നെ ഉയർന്നു വരാനും അതിൽ പ്രവർത്തിക്കാനും ഓംചേരി മാഷിന്റെ വലിയൊരു സഹായം അതിനകത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മലയാള മിഷൻ പറഞ്ഞ ഡൽഹി മലയാളി അസോസിയേഷൻ കേരള ക്ലബിന് മുമ്പ് തന്നെ അദ്ദേഹം ഡൽഹി മലയാളി അസോസിയേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഡൽഹി മലയാളി അസോസിയേഷൻ ഒരു അരിവെപ്പുകാരുടെ സംഘടന എന്ന് പറഞ്ഞ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന സംഘടനയെ ഡൽഹി മലയാളി അസോസിയേഷന്റെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ഓംചേരി മാഷിന്റെ സംഭാവന വളരെ വലുതാണ്. അദ്ദേഹം ആ സംഘടന കൂട്ടുറപ്പോടെ കൊണ്ടുപോകാനും ഇന്ന് 75 വർഷം പിന്നിടുന്ന ആ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള കെട്ടുറപ്പുണ്ടാകാനും അതിന്റെ സ്വന്തം ബിൽഡിംഗ് ഉണ്ടാകാനും എല്ലാ കാര്യത്തിലും ഓംചേരി മാഷിന്റെ ഉപദേശവും ഓംചേരി മാഷിന്റെ ആ ഒരു സഹായവും തീർച്ചയായും വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ ശശികുമാർ ജി ഇരിപ്പുണ്ട്. ശശികുമാർ ജനസംസ്കൃതി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഓംചേരി മാഷ് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്, ഏതെല്ലാം രീതിയിലാണ് സംഘടന കെട്ടുറപ്പിക്കാനും മുന്നോട്ട് പോകാനുള്ള. അതിന് ഡൽഹിയിലുള്ള വിവിധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും സംഘടനകളെ വളർത്തിക്കൊണ്ടുവരുന്നതിലും അദ്ദേഹം ഒത്തിരി കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ അമ്പലത്തിന്റെ കാര്യം ആർക്കേപ്പുരം അമ്പലത്തിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആർക്കേപ്പുരം അമ്പലം വരുമ്പോൾ അവിടെ കൊടിമരം പണിയുന്ന സമയത്ത് അദ്ദേഹം കൊടിമരത്തിനെ കുറിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും അത് കൊടിമരം ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മീറ്റിംഗിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ സംസാരം കൊണ്ട് ഒരു വലിയൊരു ഗുണമുണ്ടായത് മാനവസേവ മാധവസേവ എന്നുള്ളൊരു വലിയ ആപ്തവാക്യം അമ്പലങ്ങൾ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. അത് ഇപ്പോഴും നമുക്ക് ആർക്കേപ്പുരം അമ്പലത്തിലും കാണാം, മയൂർവാർ അമ്പലത്തിലും കാണാം, ദിഷാദ്ഘാടൻ അമ്പലത്തിലും ഈ 3 അമ്പലങ്ങളിലും ആ ഹുണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മറ്റുള്ള അമ്പലങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിൽ
മാനവസേവ മാധവസേവ എന്നുള്ള രീതിയിലുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് അത് അമ്പലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അമ്പലത്തിൽ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിവോടുകൂടി ചെയ്യാനും ആ മാനവസേവ എന്ന് കിട്ടുന്ന പണം അത് സമൂഹത്തിന് വേണ്ട രീതിയിൽ പ്രയോജനിപ്പിക്കാം. സ്കോളർഷിപ്പ് തുടങ്ങി അത് എല്ലാ അമ്പലങ്ങളും ഇപ്പൊ സ്കോളർഷിപ്പ് നടപ്പാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് അത് കറക്റ്റ് വളരെ കൃത്യമായിട്ട് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചർച്ചിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ചർച്ചിൽ അദ്ദേഹം കരോൾ ബാഗിന്റെ ചർച്ചിനെ കുറിച്ച് പറഞ്ഞു. ക്രിസ്മസിന്റെ തലേദിവസം മാത്രമല്ല, അദ്ദേഹം ദുഃഖവെള്ളിയാഴ്ചയുടെ തലേദിവസവും ആ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനകത്ത് വളരെ ഇതായിട്ട് എഴുതിയിട്ടുണ്ട്, ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത വേറൊരു സംഭാവന എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ചരിത്രം വളരെ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. ഭാരതത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നുള്ള സംഭാവനകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് ചെയ്യാത്ത കാരണം അദ്ദേഹം ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. ആ സെമിനാറിൽ വളരെ ഇതായിട്ട് അന്ന് കേരളം ചെയ്ത സംഭാവനകൾ, സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്ത സംഭാവനയെ കുറിച്ച് വളരെ ദീർഘനേരം ചർച്ച ചെയ്യുകയും അതിന് അന്നത്തുള്ള പ്രതിഭകളെ, അന്ന് സംഭാവന ചെയ്ത പ്രതിഭകളെ ആദരിക്കുന്ന രീതിയിൽ അവിടെ ഒരു വലിയ സമ്മേളനം നടത്തുകയും ചെയ്തു. അതിന് കേരളത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മലയാളത്തെ സ്നേഹിക്കുകയും, കാരണം ജീവിച്ചത് ഇവിടെയാണെങ്കിലും മനസ്സ് കേരളത്തിൽ ആയിട്ട് ജീവിച്ച ഒരു സാഹിത്യകാരൻ വേറെ ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം നമുക്കിവിടെ ഡൽഹി ജീവിച്ച എല്ലാ സാഹിത്യകാരന്മാരുടെയും നമ്മൾ ഓരോ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം സാമൂഹ്യത്തിന് ചെയ്ത സംഭാവനകൾ, തന്റെ സാഹിത്യ രചനയെ കൂടെ ചെയ്യുന്ന സംഭാവനകളെക്കാട്ടുപരി ബാക്കി സംഭാവനകൾ എന്തുവാണ് ചെയ്തതെന്ന് നോക്കുമ്പോഴത്തേക്ക് ഓംചേരി മാഷുമായിട്ട് ഒരു രീതിയിലും നമുക്ക് കമ്പാരിസൺ നടത്താൻ സാധിക്കത്തില്ല. അദ്ദേഹം എന്നും മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമായിരുന്നു. ഞങ്ങളുടെ ഡൽഹി മലയാളികൾ, ഇപ്പം BP ജോയ് സാർ പറഞ്ഞ കണക്ക് ഡൽഹി മലയാളികൾക്ക് ഒരു കാരണവർ സ്ഥാനമായിരുന്നു. നമ്മൾ ഓംചേരി മാഷിന്റെ വീട് ഇത് ഡൽഹിക്കാരുടെ ഒരു തറവാടായിട്ട് തന്നെ കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഏത് ആപൽഘട്ടത്തിലും ഏത് ഘട്ടത്തിലും ഏത് രീതിയിലാണേലും എനിക്ക് തന്നെ വളരെ രീതിയിലുള്ള വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ മാഷിന്റെ അടുത്ത് പോയിരുന്നു സംസാരിക്കുമായിരുന്നു. മാഷ് പറഞ്ഞായിരുന്നു ഭാരതീയ വിദ്യാഭവനിൽ പോയിരുന്നു. ഭാരതീയ വിദ്യാഭവനിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്നുള്ളത് നമുക്ക് അതിശയപ്പെട്ടു പോകും. കാരണം ഭാരതീയ വിദ്യാഭവനിൽ അദ്ദേഹം ചേർന്ന് അന്നോട്ട് 1982 റിട്ടയർ ചെയ്തിട്ട് അവിടുന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അദ്ദേഹം നേരെ അവിടെ പോയി ചേർന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാനുള്ള അവകാശമില്ല, പിരിഞ്ഞു പോകാനുള്ള അവകാശമില്ല. ആ രീതിയിൽ ആരാണ് അങ്ങനെ ഒരു 99 വയസ്സ് വരെ ഒരു അടുത്ത് ജോലി ചെയ്യാൻ സാധിക്കുക, സ്വയം എന്നിട്ട് വരാതിരിക്കുക, എന്നിട്ടും അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആണെന്ന് പറഞ്ഞില്ല. എന്നിട്ട് ആ രീതിയിൽ അദ്ദേഹത്തിന് അത്ര രീതിയിലുള്ള കഴിവുകളുള്ള ഒരു മനുഷ്യൻ വേറെ നമുക്ക് ഒരാളെ പോലും കാണാൻ സാധിക്കത്തില്ല. ആ രീതിയിൽ നമുക്കിപ്പോ ഒരു വളരെ ഒരു വാക്കം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. കാരണം അദ്ദേഹം കടന്നു പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഇരിക്കാനായിട്ട് യോഗ്യനായിട്ട് ഒരാൾ പോലും നമ്മൾ കാണുന്നില്ല. മാധവൻ നായർ സാറൊക്കെ ഒത്തിരി സംഭാവനകൾ ഡൽഹിക്ക് വേണ്ടി ചെയ്യുന്നു. പക്ഷെ അതൊക്കെ ഓംചേരി മാഷിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ സമൂഹത്തിൽ സംഭാവന ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നത് കേരള ക്ലബിന്റെ കാര്യത്തിനാണ്. പണം പിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേസ് നടത്തുമ്പോൾ പണം പിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അച്ഛനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു, കാണുമായിരുന്നു. കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പണം പിരിക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹമായിട്ട് അടുപ്പമുണ്ടായി. കാരണം ഇങ്ങനെയുള്ളൊരു വലിയ മനുഷ്യനുമായിട്ട് അടുപ്പമുണ്ടെന്ന് എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് പോലും എന്നോട് വലിയ ആദരവ് തോന്നുമായിരുന്നു. കാരണം ഓംചേരി മാഷുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറയുന്നത്, സ്നേഹമുണ്ട്, അദ്ദേഹം എന്നോട് അടുപ്പമുണ്ടെന്ന് പറയുന്നത് പോലും വലിയ കാര്യമായിരുന്നു. അന്നേരം ആ രീതിയിൽ മാഷുമായിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് മാഷിന്റെ പ്രവർത്തനങ്ങളിൽ മാഷ് ഏതെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഇന്നുവരെ ഒരു കാര്യം പോലും മാഷിനോട് നോ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം മാഷ് എങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണോ ചെയ്യുന്നത്, എവിടേക്കാണോ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ളത്, എന്നെ പല സംഘടനകളും മാഷ് ഇപ്പൊ കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റായിട്ട് ഞാൻ 2016 തെരഞ്ഞെടുത്ത് മാഷ് പറഞ്ഞ് നിൽക്കണം. ഞാൻ മാഷിനോട് പറഞ്ഞു ഈ കുരുക്കിന് എന്നെ കൊണ്ട് ഇടണമെന്ന് ഞാൻ മാഷിനോട് വളരെ താഴ്മയായിട്ട് ചോദിച്ചു. മാഷ് പറഞ്ഞില്ല, പറ്റത്തില്ല, ബാബുവിനെ മത്സരിക്കണം, അവിടെ നിൽക്കണം, അവിടെ നിന്ന് ശരിയാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം. അത് കണക്ക് വിവിധ സംഘടനകളിൽ ഏതെങ്കിലും കഥകളി സെന്ററിലാണേ പോലും 2017 മാധവൻ സാർ കടന്നു പോയപ്പം മാഷ് പറഞ്ഞു ഇല്ല, അത് ബാബു ഏറ്റെടുക്കണം, അത് നേരെ മണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം, കാര്യങ്ങൾ നടത്തണം. അതായത് സാമൂഹ്യ ജീവിതത്തിൽ എന്നെ കൈപിടിച്ചു കൊണ്ടുപോവുകയും ഇന്ന് ഡൽഹി മലയാളികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു അംഗീകാരം എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാഷ് കൈപിടിച്ചു മുമ്പേ നടത്തിയത് കൊണ്ടാണ്. ആ രീതിയിൽ നമ്മളെ എല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഡൽഹി മലയാളികൾ ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന വിവിധ മലയാളി സംഘടനകളെയും മലയാളികളെയും പ്രേരിപ്പിക്കുന്ന ഒരു വലിയൊരു ഘടകമായിരുന്നു ഓംചേരി മാഷ്. നമ്മൾ എന്തെങ്കിലും മടി പിടിച്ച് പുറന്നോട്ട് നിന്നാലും നമ്മളെ തള്ളി മുൻപോട്ടാക്കി നീ പ്രവർത്തിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഒരു വലിയ പുഷ് തരുന്ന വലിയൊരു വ്യക്തിത്വമായിരുന്നു. സ്വയം മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുക, അതൊക്കെ വളരെ വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു സ്വഭാവ ഗുണങ്ങളാണ്. ആ സ്വഭാവ ഗുണങ്ങളൊക്കെ ഓംചേരി മാഷിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യരചനയെ കുറിച്ച് ഇവിടെ സാഹിത്യ അക്കാദമി ആയതുകൊണ്ട് സാഹിത്യരചനയെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലുള്ള നാടകത്തിലുള്ള സംഭാവനകളെ കുറിച്ചുമാണ് വിവിധ ആൾക്കാർ സംസാരിക്കുന്നത്. എന്നിട്ടാണ് എന്നോട് രാമനുണ്ണി സാറ് പറഞ്ഞ് ബാബു അതിന്റെ
സാമൂഹികമായിട്ടുള്ള സോഷ്യൽ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയണം. നമ്മൾ സോഷ്യൽ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഇല്ലാതെ അങ്ങ് പറഞ്ഞു പോകേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ 74 വർഷത്തെ സംഭാവനകളാണ്. അത് ചുരുക്കം ചില വാക്കുകളിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കത്തില്ല. എന്നിരുന്നാലും ഞാൻ വളരെ ചെറിയ കാര്യങ്ങളിൽ എണ്ണപ്പെട്ട ഒരു 4-5 സംഘടനകളുടെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സംഘടനകളൊക്കെയാണ് ഇതൊക്കെയാണ് ബിംബങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സ്മരണയായിട്ട് ഇതൊക്കെ നിലകൊള്ളുന്നത്. ഇതൊക്കെ ഈ സംഘടനകളും ഈ പ്രസ്ഥാനങ്ങളും ഈ അമ്പലങ്ങളും ഇതിവിടെ എന്തൊക്കെ മലയാളികൾ ഇന്ന് നമ്മുടെയൊക്കെ അഹങ്കാരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ സൗധങ്ങളൊക്കെ അതിലൊക്കെ ഓംചേരി മാഷിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. ആ കയ്യൊപ്പ് എന്നും നമ്മുടെ ചിരകാലം നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് ഓരോ മലയാളികളും ഇന്നും ഓർമ്മയിൽ ഇനി വരുന്ന തലമുറയോടെ ഓർത്തു വെക്കുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ അജിത് മണിയൻ എഴുതിയ ബുക്ക് അത് കണക്ക് ആകസ്മികം അത് മറ്റുള്ള ഭാഷയിലേക്ക് പകർത്തപ്പെടുന്നു, എല്ലാ ഇന്ത്യൻ ലാംഗ്വേജിലേക്കും പകർത്തപ്പെടുന്നു ഇവിടെ തീർച്ചയായിട്ടും പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ച് കടന്നു പോയിട്ടുണ്ടെന്ന് നമ്മൾക്ക് ഇനി വരുന്ന തലമുറയോട് അറിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവന. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വാക്കുകൾ ശ്രവിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി.